പ്രൈസ് ദി ലോർഡ്. 31-ാം സങ്കീർത്തനം 12 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ചുറ്റും ഭീതി എന്ന അപശ്രുതി ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു. അവർ എനിക്ക് വിരോധമായി കൂടിയാലോചന ചെയ്ത് എൻ്റെ ജീവനെ എടുത്തു കളയുവാൻ നിരൂപിച്ചു. എങ്കിലും യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിച്ചു. നീ എൻ്റെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദാവീദ് പ്രാണസങ്കടത്താൽ എഴുതിയ വാക്കുകളാണ് നാം വായിച്ചു കേട്ട ഈ ഒരു വേദഭാഗം. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന ദാവീദിനെ ദൈവം ഒരു മാനപാത്രമാക്കി മാറ്റിയെടുക്കുകയാണ്. കുറച്ച് പൂക്കൾ നാം ഒരു പാത്രത്തിലിട്ട് അത് നമ്മുടെ ഊണുമേശയിൽ വെക്കുമ്പോൾ നമ്മൾ അതിനെ പൂപാത്രമെന്ന് വിളിക്കാറുണ്ട്. എന്നാൽ കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയോ ഒക്കെ എടുത്ത് അടുക്കളയിൽ നമ്മളത് വെക്കുമ്പോൾ അതിനെ ഒന്നുകിൽ ഉപ്പ് പാത്രമെന്നോ അല്ലെങ്കിൽ പഞ്ചസാര പാത്രമെന്നോ ഒക്കെ ആയിരിക്കും വിളിക്കുന്നത്. ഇതുപോലെ തന്നെ മനുഷ്യരിലും പലതരം പാത്രങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതായത് കോപപാത്രം, മാനപാത്രം, ഉടഞ്ഞ പാത്രം, രക്ഷാപാത്രം, അങ്ങനെ പലതരത്തിലുള്ള പാത്രങ്ങൾ മനുഷ്യരുടെ ഇടയിലുമുണ്ട്. ജോസഫിനെ തൻ്റെ സഹോദരന്മാർ ഒരുമിച്ച് ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടപ്പോൾ അവൻ ഉപയോഗശൂന്യമായ ഒരു പാത്രമായി മാറി. എന്നാൽ അവനെ മിദ്യാന കച്ചവടക്കാർക്ക് അവനെ കച്ചവടം ചെയ്തപ്പോൾ അവനൊരു വിൽപ്പന പാത്രമായി മാറുകയായിരുന്നു. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ടപ്പോൾ അവനൊരു നിന്ദാപാത്രമായി മാറി. കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അവനൊരു പരിഹാസപാത്രമായി മാറി. പ്രിയമുള്ളവരെ, ഈ അവസ്ഥകളിലൊന്നും ജോസഫ് ദൈവത്തോട് ഒരു മറുത്തൊരു വാക്കുപോലും പറഞ്ഞില്ല. തൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ദൈവത്തോട് ഒരിക്കൽ പോലും ചോദ്യം ചെയ്തില്ല. സ്വന്തം വിവേകത്തിൽ ഊന്നാതെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച ജോസഫിൻ്റെ ജീവിതത്തിൽ പിന്നീട് നടന്നത് ഒരു വലിയ അത്ഭുതകരമായ കാഴ്ചയായിരുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്. അതായത്, കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. പ്രിയമുള്ളവരെ, ഉടഞ്ഞ പാത്രങ്ങളാണ് നാം ഓരോരുത്തരും. നമ്മെ പൂർണ്ണമായിട്ട് വിശുദ്ധിയോടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണെങ്കിൽ തമ്പുരാൻ നമ്മളെ മാനപാത്രമാക്കി മാറ്റും. എവിടെയൊക്കെ നാം കരഞ്ഞുവോ, എവിടെയൊക്കെ നാം നിരാശരായോ, എവിടെയൊക്കെ നാം അവഗണിക്കപ്പെട്ടുവോ, എവിടെയൊക്കെ നമ്മെ തള്ളിപ്പറഞ്ഞോ, അവരുടെയൊക്കെ മുമ്പിൽ പ്രിയമുള്ളവരെ ഒരു മാനപാത്രമാക്കി ദൈവം നമ്മെ ഉയർത്തുവാൻ മതിയായവനാണ്. അതുകൊണ്ട് വിശുദ്ധിയോടുകൂടെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. അവൻ നമ്മെ ഉയർത്തുന്ന ദൈവമാണ്. പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.